ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് തന്നെ വന്നിരിക്കുന്നത്. ഞാൻ HSC സോഷ്യൽ സയൻസിൻ്റെ സിലബസ് ഞാൻ നോക്കിയിരുന്നു. കാരണം റീസെൻ്റായിട്ട് ഇപ്പോൾ വിളിക്കും എന്ന് കേട്ടപ്പോൾ ചെറുതായിട്ട് മനസ്സിലൊരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താലൊന്ന് ആഗ്രഹിച്ചു. കുറേ ആഗ്രഹിച്ചതാണ് ടീച്ചിങ് ഫീൽഡും കാര്യങ്ങളൊക്കെ. പക്ഷേ എന്തുകൊണ്ടോ നമ്മളുടെ കുറേ പഠിത്തത്തിൽ മിസ്റ്റേക്ക് കൊണ്ടൊന്നും നമുക്കത് നല്ല രീതിക്ക് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. 2020 മുതലേ നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് തന്നെ പോകുന്നത്. നമ്മൾ യാതൊരു തരത്തിലുള്ള എന്താ പറയുക ഉഴപ്പിലയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. എക്സാം ഒന്ന് എഴുതുന്ന ശീലം എനിക്ക് വളരെ കുറവായിരുന്നു. എഴുതും, എന്നാലും ഇങ്ങനെ നമ്മൾ മണിക്കൂറൊന്നും വെച്ചിട്ട് എഴുതുന്ന ഒരു ശീലം എനിക്കില്ലായിരുന്നു. ചെറിയൊരു പേടിയാണ്, കാരണം മാത്സ് എനിക്ക് ഭയങ്കര ടഫായതുകൊണ്ടേ. പക്ഷെ എന്ന് കഴിഞ്ഞാൽ മാത്സ് എല്ലാത്തിലും അറിയില്ല എന്നല്ല, കുറേ ടോപ്പിക്കുകൾ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരുപാട് വട്ടം ചെയ്താലും എനിക്ക് എന്തോ ഇത് മെമ്മറിയിൽ കിടക്കാത്തൊരു ഫീൽ വരും. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. കാരണം ഇംഗ്ലീഷ് ഈ പറഞ്ഞ പോലെ PSCക്ക് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ പഠിക്കാൻ ഒരു ഇത് തോന്നിയത്. അപ്പോൾ നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ എനിക്ക് കുഴപ്പമില്ലാതെ പഠിച്ചാൽ നല്ല രീതിക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു കോൺഫിഡൻറ്റ് എനിക്ക് ഉണ്ടെങ്കിൽ കൂടിയിട്ട് മാത്സിൽ എത്ര പഠിച്ചാലും എനിക്ക് പറഞ്ഞ പോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നെപ്പോലെ പ്രശ്നം വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അതിൻ്റെ സൊല്യൂഷൻ ഞാൻ കുറേ പേരെടുത്ത് ചോദിക്കാറുണ്ട്. കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയും. ഞാൻ 18 അടവും ബൈറ്റ് നോക്കിയിട്ടുണ്ട് മാത്സിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഒട്ടും അറിയില്ല എന്നല്ല ടൈം പറയുന്നത്. കുറച്ച് ടഫായ ടോപ്പിക്സുകളൊന്നും നമുക്ക് പിന്നെ ഇപ്പം പഠിച്ച ടോപ്പിക്ക് 2-3 ദിവസം കഴിഞ്ഞാൽ മറന്നൂലോ എന്നുള്ളൊരു ഇതിക്കെത്തും. അത് പ്രാക്ടീസ് ചെയ്താൽ തന്നെ കുറവായിരിക്കാം എന്നും പറഞ്ഞു. പക്ഷേ ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കറിയില്ല അതിൻ്റെ ഫോൾട്ട് എന്താണെന്ന്. ഇനിയും ഞാൻ പഠിക്കാൻ തയ്യാറാണ്. മാത്സ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ. ഞാൻ പറഞ്ഞല്ലോ പ്രൈവറ്റിലേക്ക് കയറണം എന്ന്. ഇനി PSC ഇല്ല എന്ന് വെച്ച് നിൽക്കുന്ന സമയത്ത് ആരുടെയും മോട്ടിവേഷനോ ഒന്നും ഇല്ലാണ്ടാണ് കേട്ടോ എനിക്ക് വീണ്ടും പഠിക്കണം എന്നൊരാഗ്രഹം വന്നത്. നമ്മൾ ഒരുപാട് പഠിച്ചിട്ട് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇത്രയും മണിക്കൂർ ഇത്രയും സന്തോഷങ്ങൾ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയുള്ളൊരു പഠനമായിരുന്നു എൻ്റെ അതൊക്കെ. പക്ഷേ നമ്മൾ അത്രയും വർക്ക് ചെയ്തവർ മാത്രമേ ജയിക്കുള്ളൂ എന്നുള്ള ഒരു വിശ്വാസം അങ്ങനെയൊന്നുമല്ല സംഭവം. PSCന് ശരിക്കും അറിഞ്ഞു പഠിക്കണം. പിന്നെ ഇതൊക്കെ എൻ്റെ ബുക്കിൻ്റെ കളക്ഷൻ കേട്ടോ. PSC പഠിക്കുന്ന സമയത്ത് ഇതിൽ പല ബുക്കുകളും ഞാൻ കഷ്ടപ്പെട്ട് നോട്ടുണ്ടാക്കിയത് ഇതൊക്കെ ഞാൻ കൊടുത്തു, ഒഴിവാക്കി. ഇനിയൊരു PSC കൊണ്ട് എന്നെക്കൊണ്ട് സാധ്യമില്ലെന്ന് വെച്ചിട്ട്. പിന്നെ അതിൽ നിന്നൊക്കെ കരകയറാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മീൻ വളർത്തുക, ചെടി വളർത്തുക. ആകെ 4-5 മീനൊക്കെ ഉണ്ടായാലോ കേട്ടോ. ഇപ്പോൾ അതൊക്കെ പെറ്റി പെരുകി സൂപ്പറായിട്ട് വളർന്നുണ്ട്. അപ്പോൾ കുറേ ചെയ്തപ്പോൾ ശരിക്കും ഞാനിപ്പോൾ PSCയിലേക്ക് തിരിയണം എന്ന ചിന്താഗതിയൊക്കെ വന്നു. മൈൻഡ് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ പരമാവധി കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ നിസ്സാരമല്ല അതൊന്നും. വലിയ ആൾക്കാർ പറയണതൊക്കെ മൈൻഡ് ഡൈവേർട്ടാക്കി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ പല ചിന്താരീതികളൊക്കെ പോസിറ്റീവായിട്ട് മാറുന്നതാണ് സത്യം തന്നെ. എൻ്റെ ജീവിതത്തിൽ അത് കറക്റ്റായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. എല്ലാവർക്കും എന്താ പറയുക, നല്ല രീതിയിൽ പഠിക്കാനൊക്കെ ആയിട്ട് സാധിക്കട്ടെ. നമ്മളെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ.